എല്ലാവർക്കും ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫിൻ്റെ MCQ ഡിസ്കഷനിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് പ്രാക്ടീസിങ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കോൺട്രിബ്യൂട്ട് ടു ഫിനാൻഷ്യൽ വെൽബീയിങ്? നമ്മൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട്, ഫോളോ ചെയ്യുന്നതുകൊണ്ട് അത് എങ്ങനെയാണ് ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ പോയാൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലോട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ, ഇറ്റ് ഇൻക്രീസസ് ഫിനാൻഷ്യൽ സ്ട്രെസ് ബൈ ലിമിറ്റിംഗ് സ്പെൻഡിങ്. നമ്മുടെ സ്പെൻഡിങ് നമ്മൾ ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മാക്സിമം പൈസ എന്നാണ് സേവിങ്സിലോട്ടും ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടും ഒക്കെ മാറ്റി നമ്മൾ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് പറയുന്നത്. കാരണം നമ്മുടെ സ്പെൻഡിങ് ലിമിറ്റ് ചെയ്തു, അപ്പോൾ കുറഞ്ഞ പൈസ കൊണ്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യണം, അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത്. ഓപ്ഷൻ ബി, ഇറ്റ് എൻഷുർ ദാറ്റ് ഫിനാൻഷ്യൽ ഗോൾസ് ആർ മെറ്റ് ആൻഡ് റെഡ്യൂസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ്. നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് എല്ലാം നമ്മൾ മെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നേടിയെടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് റെഡ്യൂസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ്. നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിലവിലുള്ള നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക. അതാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ഓപ്ഷൻ സി, ഇറ്റ് ലീഡ്സ് ടു എ കോൺസ്റ്റന്റ് അക്യുമുലേഷൻ ഓഫ് ഡെപ്റ്റ്. കോൺസ്റ്റന്റ് ആയിട്ട് ഡെപ്റ്റ് അക്യുമുലേറ്റ് ചെയ്ത് വരിക എന്ന് പറയുന്ന സിറ്റുവേഷൻസ്, അതായത് നമ്മുടെ കടം കൂടി വരുന്നൊരു സിറ്റുവേഷൻസ്. ഓപ്ഷൻ ഡി പറയുന്നു, ഇറ്റ് ഫോക്കസ് ഓൺ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻസ് റാദർ ദാൻ ലോങ് ടൈം സ്റ്റെബിലിറ്റി. നമ്മൾ ഷോർട്ട് റണ്ണിനെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയും ലോങ് റണ്ണിലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഈ ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു, ഹൗ ഡസ് പ്രാക്ടീസിങ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കോൺട്രിബ്യൂട്ട് ടു ഫിനാൻഷ്യൽ വെൽബീയിങ്. നമ്മൾ ലൈഫിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ, ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലോട്ട് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? ഇറ്റ് എൻഷുർ ദാറ്റ് ഫിനാൻഷ്യൽ ഗോൾസ് ആർ മെറ്റ് ആൻഡ് റെഡ്യൂസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ്. ഇപ്പോൾ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ നമ്മുടെ നീഡ്സിനും വാണ്ട്സിനും ഡിസ്ക്രിഷണറി എക്സ്പെൻസിനും സേവിങ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിനും റിട്ടയർമെൻറ്റിനും വേണ്ടിയൊക്കെ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ഫണ്ടിനെ അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ അലോക്കേറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഹെൽപ്പ് ടു then attain their financial goals, അല്ലെങ്കിൽ ഇറ്റ് എൻഷുർ ദാറ്റ് ഫിനാൻഷ്യൽ ഗോൾസ് ആർ മെറ്റ്. നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസുകൾ അറ്റൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിനുള്ള ആൾക്കാരിലൂടെ നമുക്ക് എന്തിലോട്ട് എത്താം? ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? Why is financial ethics critical for long-term financial well-being? ഫിനാൻഷ്യൽ എത്തിക്സ് എന്ന് പറയുന്ന കാര്യം ക്രിട്ടിക്കലാണ് ലോങ് റണ്ണിൽ ഫിനാൻഷ്യൽ വെൽബീയിങ് ഉണ്ടാകാൻ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി എത്തിക്സ് എന്ന് പറഞ്ഞാൽ സർട്ടൈൻ പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് എന്നാണ്, ഫോളോഡ് ബൈ ഡീലിങ്സ് വിത്ത് ഫിനാൻഷ്യൽ ഡിസിഷൻസ് അല്ലേ. ഫിനാൻഷ്യൽ ഡിസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, ചില പ്രിൻസിപ്പിൾസിനെ, മോറൽ പ്രിൻസിപ്പിൾസിനെ, വാല്യൂസിനെ ഫോളോ ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വൈ ഈസ് ഫിനാൻഷ്യൽ എത്തിക്സ് ക്രിട്ടിക്കൽ ഫോർ ലോങ് ടൈം ഫിനാൻഷ്യൽ വെൽബീയിങ്? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലോട്ട് ലോങ് റണ്ണിൽ നയിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇറ്റ് എൻകറേജ് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഗെയിൻ അറ്റ് എനി കോസ്റ്റ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഷോർട്ട് റണ്ണിൽ ഫിനാൻഷ്യൽ ഗെയിൻ നേടുക, അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കുന്നതിനെ എൻകറേജ് ചെയ്യുക. അറ്റ് എനി കോസ്റ്റ്, എന്ത് കോസ്റ്റ് സഹിച്ചും നമ്മൾ ഷോർട്ട് റണ്ണിൽ ഫിനാൻഷ്യൽ ഗെയിൻ അറ്റൈൻ ചെയ്യുക. അതാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ഓപ്ഷൻ ബി, ഇറ്റ് ഹെൽപ്പ് ബിൽഡ് എ ട്രസ്റ്റ് വർത്തി റെപ്യൂട്ടേഷൻസ് ആൻഡ് ദെൻ സസ്റ്റൈനബിൾ ഫിനാൻഷ്യൽ പ്രാക്ടീസസ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡീലിങ്സ് അല്ലെ. ഇറ്റ് ബിൽഡ് എ ട്രസ്റ്റ് വർത്തി റെപ്യൂട്ടേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഫിനാൻഷ്യൽ പ്രാക്ടീസസ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്രാക്ടീസ് ഫോളോ ചെയ്യുകയും ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ എന്താണ് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തിൽ ട്രസ്റ്റ് വർത്തി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക. അപ്പം നമ്മളെന്താണ് ഫിനാൻഷ്യൽ എത്തിക്സ് ഫോളോ ചെയ്താൽ ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലോട്ട് പോകാൻ സാധിക്കുമെന്ന് പറയുന്ന ഓപ്ഷൻ ബിയിൽ ഡിസ്കസ് ചെയ്തു. ഓപ്ഷൻ സി പറയുന്നു, ഇറ്റ് അലോ ഫോർ ദ മാനിപ്പുലേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡേറ്റ. നമ്മുടെ ഫിനാൻഷ്യൽ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുക? മാനിപ്പുലേറ്റ് ചെയ്യുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യുക?
ഫിനാൻഷ്യൽ എത്തിക്സ് ഫോളോ ചെയ്ത് ഫിനാൻഷ്യൽ വെൽബീയിങ് പോകാമെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറയുന്നത് ഫോക്കസ് സോൺലി ഓൺ പേഴ്സണൽ വെൽത്ത് അക്യുമുലേഷൻ. നമ്മൾ എന്തിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക? പേഴ്സണൽ വെൽത്ത്, നമ്മുടെ പേഴ്സണൽ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പം രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലോട്ട് നമുക്ക് ലോങ് റണ്ണിൽ എത്തണം. അത് എങ്ങനെയായിരിക്കണം? ഫിനാൻഷ്യൽ എത്തിക്സ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റണം നമ്മുടെ ആൻസറിനകത്ത്. ഫിനാൻഷ്യൽ എത്തിക്സ് വഴി നമ്മൾ ലോങ് റണ്ണിൽ ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. എങ്ങനെ സാധിക്കും? ഫിനാൻഷ്യൽ എത്തിക്സ് വഴി നമ്മൾ ഇറ്റ് ഹെൽപ്പ് ബിൽഡ് എ ട്രസ്റ്റ് വർത്തി റെപ്യൂട്ടേഷന്. ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുക്കൽ നമുക്കൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ ബിസിനസ്സിന് ഒരു റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് സസ്റ്റൈനബിൾ ഫിനാൻഷ്യൽ പ്രാക്ടീസിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ എത്തിക്സ് നമുക്ക് നേടാൻ പറ്റും. അതുവഴി ലോങ് റണ്ണിൽ നമുക്ക് എന്ത് സാധിക്കും? ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. The next question, which of the following practices contribute to both the financial discipline and financial well-being? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലോട്ടും നമ്മളെ നയിക്കുന്ന പ്രാക്ടീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇഗ്നോറിങ് ഫിനാൻഷ്യൽ പ്ലാൻ ആൻഡ് സ്പെൻഡിങ് സ്പോണ്ടേനിയസ്ലി. നമ്മൾ ഫിനാൻഷ്യൽ പ്ലാൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മുടെ പ്ലാനുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്പെൻഡിങ് സ്പോണ്ടേനിയസ്ലി. നമ്മൾ ഇമ്പൾസ് ആയിട്ടുള്ള പർച്ചേസുകൾ അല്ലെ സ്പെൻഡിങ്ങുകൾ നടത്തുക. സ്പോണ്ടേനിയസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുക വിത്തൗട്ട് എനി തിങ്കിങ്, അല്ലെ ഒന്നും ചിന്തിക്കാതെ, ഒന്നും പ്ലാൻ ചെയ്യാതെ, വിത്തൗട്ട് എനി പ്ലാനിങ് നമ്മൾ എന്ത് ചെയ്യുക? സ്പെൻഡിങ് സ്പോണ്ടേനിയസ്ലി. അതാണ് ഓപ്ഷൻ എ നമ്മളോട് പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നു കൺസിസ്റ്റൻ്റ്ലി സേവിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് മോണിറ്ററിങ് ഫിനാൻഷ്യൽ ഗോൾസ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പൈസ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക, അത് നമ്മൾ എന്താണ് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ഫിനാൻഷ്യൽ ഗോളുകൾ നമ്മൾ മോണിറ്റർ ചെയ്യുക, അത് അറ്റൈൻ ചെയ്തെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇതാണ് നമ്മളെ ബി എന്ന് പറയുന്ന ഓപ്ഷനിൽ പറയുന്നത്. സിയിൽ പറയുന്നു ദെൻ ഫ്രീക്വൻ്റ്ലി ടേക്കിംഗ് ഔട്ട് ഹൈ ഇൻട്രസ്റ്റ് ലോൺ. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ലോൺ എടുക്കുക. ആ ലോൺ എടുക്കുന്ന എല്ലാം ഹൈ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ലോണുകൾ എടുക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻ ഡി പറയുന്നു അവോയ്ഡിങ് ഓൾ ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും നിർത്തിവെക്കുക. ആ പൈസ നമ്മൾ എന്ത് ചെയ്യുക? സ്പെൻഡിങ്ങിലോട്ട് മാറ്റുക. അങ്ങനെ 4 ഓപ്ഷൻസാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. ഇതിൽ ഏത് പ്രാക്ടീസാണ് നമ്മളെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻഡ് ആയിട്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ വെൽബീയിങ്ങിലോട്ടും നയിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസറൊക്കെ എല്ലാവരുടെയും മനസ്സിലിരിപ്പുണ്ട്. ദെൻ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, കൺസിസ്റ്റൻ്റ്ലി സേവിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് മോണിറ്ററിങ് ഫിനാൻഷ്യൽ ഗോൾസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, അത് മോണിറ്റർ ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസുകൾ നമ്മൾ പ്രോപ്പറായിട്ട് അറ്റൈൻ ചെയ്തു പോകുന്ന ആൾക്കാരായിരിക്കണം. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവരിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഫിനാൻഷ്യൽ വെൽബീയിങ്ങും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം ഇത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ബാക്കി 3 ഓപ്ഷനകത്തും പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും പുതിയ ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.